സുഹൃത്തുക്കളെ, 13,000 പേർക്ക് വേണ്ടി 100 കോടി രൂപ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സംഭവം ഇന്ത്യക്ക് പുറത്ത് ചൈനയോ ജപ്പാനിലോ ആയിരിക്കും. ചൈനയും ജപ്പാനൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഏകദേശം 13,000 പേര് മാത്രം താമസിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് വേണ്ടി കേരള സർക്കാർ നിർമ്മിക്കുന്ന 1 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഒരു വലിയൊരു പാലം. അപ്പോൾ നമ്മൾ പെരുമ്പളം പാലത്തിനെ കുറിച്ചും അതുപോലെ പെരുമ്പളം ദ്വീപിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. സുഹൃത്തുക്കളെ, ഒരു ഗ്രാമത്തിൻ്റെ 50 വർഷത്തെ കാത്തിരിപ്പ് ഈ മാസം 7-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 7-ാം തീയതി അവസാനിക്കുകയാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന ഗ്രാമം ഇതൊരു ദ്വീപാണ്. ഏകദേശം 13,000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഒരു ദ്വീപിൽ. പക്ഷേ ഈ ഒരു ദ്വീപിൽ നമുക്ക് റോഡ് മാർഗം എത്താൻ യാതൊരു വിധ കണക്ടിവിറ്റിയും ഇല്ല. ആകപ്പാടുള്ള ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ വള്ളവും ഈ ജങ്കാറ് പോലുള്ള സർവീസാണ്. അതിനൊരു അന്ത്യം കുറിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ഏകദേശം 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 1 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു പാലത്തിലാണ്, ആ ഒരു പാലത്തിൻ്റെ തുടക്കത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം തന്നെയാണ് പെരുമ്പളം പാലം. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുമ്പളം ദ്വീപാണ്. ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തിൽ വരുന്ന ഈ ഒരു ദ്വീപിനെ ആലപ്പുഴ ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം. ഈ പാലത്തിൻ്റെ കൃത്യമായിട്ടുള്ള നീളം 1115 മീറ്ററാണ്. അതായത് 1 കിലോമീറ്ററും 115 മീറ്ററുമാണ്. 11 മീറ്ററാണ് ഈ പാലത്തിൻ്റെ വീതി. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 35 മീറ്റർ നീളമുള്ള 27 സ്പാനുകൾ ഈ പാലത്തിനുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ ഈ കാണുന്ന 55 മീറ്റർ നീളമുള്ള 3 ബോ സ്ട്രിങ് ആർച്ച് സ്പാനുകളാണ് ഇതിനുള്ളത്. നമ്മളീ കാണുന്നതാണ് ഈ ഒരു ബോ സ്ട്രിങ് ആർച്ച് സ്പാൻ. ഇതൊരു വല്ലാത്തൊരു ഡിസൈനാണ്, നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഈ സംഗതി തന്നെയാണ്. സുഹൃത്തുക്കളെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഫീൽ എന്നറിയാമോ? ഞാനിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇതുവഴി നടക്കുന്നത്. ഈ ഉച്ച സമയത്തായിട്ട് പോലും എനിക്കൊരു ചൂടൊന്നും ഫീൽ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കായലിൻ്റെ നടുക്കാണ്, നല്ല കാറ്റും പിന്നെ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ വേമ്പനാട്ട് കായലിനൊരു ഭംഗി നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പാലത്തിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ ഡിസൈനാണ്. അതായത് പാലം തുടങ്ങുന്നത് മുതൽ എൻഡ് ആകുന്നവരെ 2 സൈഡിൽ ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്ത് നല്ല വീതിയുള്ള ഫുട്പാത്താണ്. വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പാലത്തിലൂടെ നടന്ന് ഈ വേമ്പനാട്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സൂപ്പറായിട്ട് നടന്ന് ഇങ്ങനെ പോകാം. നമ്മളൊരു ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈ പാലം മാത്രം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അതായത് ഒരു സൈഡ് നടന്ന് നമ്മൾ മറ്റേ സൈഡിലെത്തുന്നു, അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വന്ന സ്ഥലത്തേക്ക് പോകാം. കാരണം ഈ 2 സൈഡിലും നമ്മൾ കാണുന്നത് 2 വ്യൂ ആണ്. ഒരു സൈഡ് കൊച്ചിയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ മറ്റേ സൈഡ് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് അടിപൊളിയായിട്ട് നടന്ന് വെള്ളവും കായൽപ്പരപ്പും ഒക്കെ നമുക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം, ഈ പാലത്തു നിന്ന് നമുക്ക് ഈ വള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ ഈ നമ്മൾ കരയിൽ നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് ഇത്തരം വള്ളങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. മീൻ പിടിക്കാൻ പോകുന്നതും അവർ മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു അടിപൊളി ഒരു കാഴ്ച വിസ്മയം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ ആലോചിച്ചൊരു കാര്യമാണ്, ഈ പാലത്തിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത ആൾക്കാരെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഇത്രയും ഭംഗിയായിട്ടൊരു പാലം ഡിസൈൻ ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടൂറിസ്റ്റുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പാലം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുക. അതായത് ഈ ഒരു പാലം വെറും യാത്രയ്ക്ക് മാത്രമല്ല, ടൂറിസത്തിനും കൂടെ ഒരു ഉണർവ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒട്ടുമുഖ്യ പാലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതി ഇങ്ങനെയാണ്. ഭാവിയിൽ നമ്മുടെ ടൂറിസത്തിനും കൂടെ ഒരു ഹെൽപ്പ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും. കേരള സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയൊരു പാലം ഇവിടെ നിർമ്മിച്ചത്. അതുകൊണ്ട് നമുക്ക് ടോളൊന്നും പേടിക്കാതെ ഈ ഒരു പാലത്തിൽ കൂടെ ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ കേട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാലം പണിതിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു സ്ഥാപനമാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ ഒരു വർക്ക് പൂർത്തിയാക്കിയത്.
സുഹൃത്തുക്കളെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെരുമ്പളം പാലത്തിൻ്റെ ബാക്കി ഭാഗവും അതിനോടൊപ്പം നമുക്ക് പെരുമ്പളം ദ്വീപിൻ്റെ കുറച്ച് സ്ഥലങ്ങളൂടെ നമുക്കൊന്ന് കാണാം. എന്താണ് പെരുമ്പളം ദ്വീപിൽ കൂടെ നമുക്ക് കാണാനുള്ളത് നോക്കാം. അപ്പോൾ ബാക്കി പാലത്തിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു സ്ഥലത്ത് ആക്ച്വലി ടാറിങ് വർക്ക് ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു ലെയർ ടാറിങ് ഉണ്ട്. ആ ഒരു വർക്ക് ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വർക്ക് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ വന്നപ്പോൾ എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റിയത്. ബാക്കി പെയിൻറ്റിങ് വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പാലത്തിൻ്റെ ഏകദേശം എൻഡിലെത്തി എന്ന് തന്നെ പറയാം. അവസാന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദ്വീപ് കുറച്ചുകൂടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വൈറലായ ഒരു പാലമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ചാനലിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. പിന്നെ ഈ ദ്വീപിൽ താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കൂടുതലും ഈ പാലം വഴി തന്നെയാണ് പോകുന്നത്. കുറച്ച് പേര് ഇപ്പോഴും ആ ഒരു ജങ്കാറും ബോട്ടൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ആ സർവീസ് ഒന്നും ഇവിടെ നിർത്തിയിട്ടില്ല കേട്ടോ. സർവീസൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പാലത്തിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞു. അതായത് ദ്വീപിൻ്റെ എൻട്രി ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ദ്വീപിലേക്ക് എൻട്രി ആയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ ദ്വീപിനെ കുറിച്ച് ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഫുൾ പച്ചപ്പാണ് കേട്ടോ. നല്ല രസമാണ്. രണ്ട് സൈഡിലും തെങ്ങും മരങ്ങളൊക്കെ നിറഞ്ഞൊരു ഫീലാണ്. നല്ല കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോരുകയാണ്. അപ്പോൾ ഈ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഉള്ള ഫ്ലെക്സുകളൊക്കെ അവിടെ സ്ഥാപിച്ചതായിട്ടൊക്കെ കാണാം. അതായത് പാലത്തിൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ ദ്വീപിലെ ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് പുതിയ കടകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തൊരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഇവിടെയും വരുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നൊരുക്കമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ പാലം ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഒരു കാഴ്ചയായിരിക്കില്ല ഒരു പക്ഷേ കാണാൻ പറ്റുന്നത്. അതായത് കടകളും നമുക്ക് സോഫ്റ്റ് ഡ്രിങ്കും ജ്യൂസും ഇതൊക്കെ കുടിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കടകൾ, അതുപോലെ ചിലപ്പോൾ ഹോട്ടൽ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഉദ്ഘാടന വേദിയാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും ഒരുപാട് ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ദ്വീപിൽ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ദ്വീപിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങാം. സുഹൃത്തുക്കളെ, ദ്വീപിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. വളരെ നല്ലൊരു സൂപ്പർ ഗ്രാമപ്രദേശം. എവിടെയും പച്ചപ്പ് മാത്രം. നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ സൈലൻ്റാണ്. വാഹനങ്ങളുടെ ഒന്നും ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് നമുക്ക് കറങ്ങാൻ പറ്റിയ സ്ഥലം. ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വാർഡ് മെമ്പറെ കണ്ടു. നമസ്കാരം, എൻ്റെ പേര് സിബിൻ. ഞാൻ 3ാം വാർഡ് മെമ്പറാണ് പെരുമ്പളം ഗ്രാമപഞ്ചായത്തിലെ. നമ്മുടെ പെരുമ്പളം ദ്വീപ് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപായിരുന്നു. ആ ദ്വീപ് കുറേ നാളുകളായിട്ട് പുറം ലോകമായിട്ട് രാത്രി ഒന്നും ബന്ധമില്ലാതെ ഇങ്ങനെ കിടന്നിരുന്ന സമയത്ത് LDF സർക്കാർ അധികാരത്തിൽ വരികയും 100 കോടി മുടക്കി പെരുമ്പളത്തേക്കൊരു പാലം നൽകുകയും ചെയ്തു. എന്തായാലും വളരെയധികം ഞങ്ങളുടെയൊക്കെ സ്വപ്നമായിട്ടിരുന്ന ആ പദ്ധതി ഇപ്പോൾ ഈ മാർച്ച് 7-ന് ബഹുമാന്യ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ആ പാലം ഞങ്ങളുടെ നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പാലം വഴി ദ്വീപിലേക്ക് കടന്നു വരണം. കാരണം വളരെയധികം ശാന്തതയുള്ളൊരു ദ്വീപായത്. വളരെയധികം പച്ചപ്പ് നിറഞ്ഞതും കണ്ടൽക്കാടുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള ദ്വീപ്. സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയുമല്ല എന്നാൽ അടുത്തും അല്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു ദ്വീപ്. പ്രത്യേകിച്ച് പൊല്യൂട്ടഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമുള്ളൊരു അന്തരീക്ഷമുള്ളൊരു ദ്വീപാണ്. ഒരു പ്രാവശ്യം എല്ലാവരും വരിക. വന്നതിന് ശേഷം നമുക്കിവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ ഒരു ദ്വീപിലൂടെയുള്ള വള്ളത്തിലുള്ള ചുറ്റിനുള്ള യാത്ര, ഹൗസ് ബോട്ടുകളിലൂടെയുള്ള യാത്ര, പിന്നെ ദ്വീപിൻ്റെ ആയിട്ടുള്ള തനത് വിഭവങ്ങൾ കുറേ കക്ക, അതേപോലെ ചെമ്മീൻ, ഞണ്ട്, കൊഞ്ച് ഒക്കെയുള്ള തനത് വിഭവങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് പിടിച്ച് ഉണ്ടാക്കി തരുന്ന കുറേയധികം ആൾക്കാർ, ഹോം സ്റ്റേകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള തനത് വിഭവങ്ങളുള്ളൊരു ദ്വീപായത്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ ലുലു മാളിനടക്കമുള്ള പല സ്ഥാപനങ്ങളിലും പെരുമ്പളത്തിൻ്റെതായിട്ടുള്ള ബ്രാൻഡുകൾ കുറേ ഉണ്ട്. പെരുമ്പളം പുളി, പെരുമ്പളം വെളിച്ചെണ്ണ, ഇതൊക്കെ ഇങ്ങനെയുള്ള കൊച്ചു ബ്രാൻഡുകളും ഒക്കെ ഉള്ളത് എല്ലാം പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ മാർച്ച് 7-ാം തീയതി ഉദ്ഘാടനത്തിന് ശേഷം പെരുമ്പളം ദ്വീപിലേക്ക് ഇറങ്ങുക. ഇതിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും വളരെ സമാധാനപരമായിട്ട് താമസിക്കാനും വളരെ നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനും ഒക്കെ ഉള്ളൊരു വളരെ വിരുന്ന് ഈ പെരുമ്പളം ദ്വീപ് എന്തായാലും ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പെരുമ്പളത്തേക്ക് പോരാം. ഞങ്ങളുടെ ദ്വീപിൻ്റെ ആയിട്ടുള്ള പച്ചപ്പും ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഒരു ദിവസം കറങ്ങി സമാധാനമായി ദ്വീപിലെ റിസോർട്ടിലൊരു അല്ലെങ്കിൽ ഹോം സ്റ്റേകളിലൊക്കെ അന്തി ഉറങ്ങി ഇവിടെയുള്ള തനത് വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകാനുള്ളൊരു അനുഭവമായിരിക്കും എന്തായാലും ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, കായലിൽ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് എങ്ങനെയാണ്? കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയാണ്. അപ്പുറത്ത് കൊച്ചി, ഇത് തിരുവിതാംകൂർ. അപ്പോൾ ചെക്ക് പോസ്റ്റ് അപ്പുറത്താണ്. അപ്പം ജസ്റ്റ് മറ്റേ ബോട്ട് മറ്റേ അന്നും മറ്റേ കയറ്ററൊക്കെ എന്ന് വെച്ചാൽ ലോറിയൊന്നും ഇല്ലല്ലേ. കൊച്ചിയിൽ നിന്ന് ലോറൊക്കെ കൊണ്ടുപോകണം ഇങ്ങോട്ട്. അപ്പം അവർക്കൊരു സിഗ്നൽ കൊടുക്കാനുള്ള
സെറ്റപ്പ് പറഞ്ഞു. അപ്പോൾ ഒരാളെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കൊണ്ടൊന്ന് ലൈറ്റ് വെക്കുമല്ലോ രാത്രി ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ലൈറ്റ് പുള്ളി അതിൽ കയറാൻ വേണ്ടി അങ്ങനെ അതായത് പഴയ ലൈറ്റ് ഹൗസ് പോലത്തെ സെറ്റപ്പ് അല്ലേ? ശരി അത് തന്നെ. ഇതിപ്പോൾ എത്ര വർഷം വരെ ചേട്ടൻ്റെ അറിവിൽ ലൈറ്റൊക്കെ? എൻ്റെ അപ്പനൊക്കെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഇത് അത്യാവശ്യമാണ് വെള്ളമൊക്കെ പോകാറുണ്ട്. പിന്നെ ചെങ്ങന്നൂർ ബോട്ട് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അതൊക്കെ കുറേ പോയി. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഈ പാലം വരാൻ വേണ്ടി ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരുപാട് പേര് പാലത്തിന്റെ ഉദ്ഘാടനം കാണാൻ സാധിക്കാതെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർ മടങ്ങിയിട്ടുണ്ടാവാം. അവരുടെ പുതുതലമുറയുടെ കണ്ണിലൂടെ ഈ ഉദ്ഘാടനം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും മാർച്ച് 7-ാം തീയതി. പെരുമ്പളം നിവാസികൾക്ക് ഈ ഒരു പാലം വളരെയേറെ പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിലേക്ക് വേണ്ടി പ്രവർത്തിച്ച കേരള ഗവൺമെന്റിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ടും കൊടുത്ത് തൽക്കാലം സൈനിങ് ഓഫ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.